വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം മിൽക്ക് ഷേക്കാണ്. നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡേറ്റ് ഐസ്ക്രീം മിൽക്ക് ഷേക്ക്. ഇപ്പം ഡേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മിൽക്ക്, സെമി ഫ്രോസൺ ആയിട്ടുള്ള പാല്. അതായത് പാല് ഒരു ഫ്രീസറിൽ വെച്ച് ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് സെമി സെറ്റാവും. ആ ഒരു സ്റ്റേജിലുള്ള പാല് നമുക്ക് വേണ്ടേ. പിന്നെ ഡേറ്റ്സ്, 1/2 കപ്പ് ഡേറ്റ്സ്, ഐസ്ക്രീം 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം, 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ്, കുറച്ച് ഷുഗർ അവരവരുടെ ആവശ്യത്തിന് ഷുഗർ ഇടാം. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ ബ്ലെൻഡറിലേക്ക് ഡേറ്റ്സ്, 1/2 കപ്പ് ഡേറ്റ്സ്. ഇപ്പോൾ ഒത്തിരി കട്ടിയുള്ള ഡേറ്റ്സ് ചിലപ്പോൾ കിട്ടാറുണ്ട്. അങ്ങനത്തെ ഡേറ്റ്സ് ആണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ പെട്ടെന്ന് മിക്സ് ആവും. സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ്. ഷുഗർ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുക. വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. കുറച്ച് പാല്, ഇത് അരയ്ക്കാനും മാത്രമുള്ള പാല്. കുറച്ച് പാലും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഡേറ്റ്സ് നന്നായിട്ട് സ്മൂത്തായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡേറ്റ്സ് അത്യാവശ്യം അരിഞ്ഞു. ബാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കുമ്പോൾ ബാക്കി അരിഞ്ഞോളൂ. കുറച്ച് പീസസ് കിടക്കുന്നത് നല്ലതാണ്. നമ്മൾ ഷേക്ക് കഴിക്കുമ്പോൾ ഒത്തിരി സ്മൂത്ത് അല്ലാണ്ട് കുറച്ച് പീസസ് ഉണ്ടെങ്കിലും നല്ലതാണ്. ടെക്സ്ചർ കിട്ടുന്നത് നല്ലതാണ്. ഇതിലേക്ക് ബാക്കിയുള്ള പാല്, നമ്മൾ എടുത്തേക്കുന്ന 1/2 ലിറ്റർ പാലാണ്. ഞാൻ ഐസ്ക്രീം കൂടി ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഐസ്ക്രീം ഇല്ല എങ്കിൽ ജസ്റ്റ് ഒമിറ്റ് ചെയ്യുക. 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ എൻ്റെ കൂടെ ചേർത്തു. എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് 2 ഗ്ലാസസിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ ടോൾ ഗ്ലാസസ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 2 ഗ്ലാസും കുറച്ചും കൂടെ എക്സ്ട്രാ വരും. അത്രേ കാണത്തുള്ളൂ ക്വാണ്ടിറ്റി. 2 പേർക്കുള്ളൊരു പോർഷനായത്. ഇപ്പോൾ ഡേറ്റ്സ് ഐസ്ക്രീം മിൽക്ക് ഷേക്ക് നമ്മൾ 2 ഗ്ലാസസിലായിട്ട് സെർവ് ചെയ്തു. ഇത് ഏകദേശം ഒരു 2.5 ഗ്ലാസോളം ഉണ്ടാവും ഈ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് ഇത് ഐസ്ക്രീം, വാനില ഐസ്ക്രീം അല്ലെങ്കിൽ കോഫി ഐസ്ക്രീം ഒക്കെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഡേറ്റ് ഐസ്ക്രീം മിൽക്ക് ഷേക്ക് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഇത്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.